കേരള സർവകലാശാലയിൽ നടക്കുന്ന സംഘപരിവാർ വിരുദ്ധ പോരാട്ടം പുതിയ ദിശയിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ സംഭവങ്ങളുടെ തുടക്കം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടിയാണ്. വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടി സിൻഡിക്കേറ്റ് സസ്പെൻഷൻ നടപടി റദ്ദാക്കുകയും എത്രയും പെട്ടെന്ന് ചുമതല ഏറ്റെടുക്കണമെന്ന് രജിസ്ട്രാറോട് ആവശ്യപ്പെടുകയും ചെയ്തു. രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം തന്നെ ചുമതല ഏറ്റെടുത്തു. രജിസ്ട്രാർക്കെതിരെ VC എടുത്ത നടപടിയുണ്ട്, അച്ചടക്ക നടപടിയുണ്ട്, സസ്പെൻഷൻ. അതിനെതിരെ രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഇന്ന് ആ ഹർജി പരിഗണിക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അഭിഭാഷകൻ സിൻഡിക്കേറ്റ് VC എടുത്ത തീരുമാനം റദ്ദാക്കിയ കാര്യം അറിയിക്കുന്നു. ഹർജി പിൻവലിക്കാൻ അപേക്ഷ കൊടുത്തിരുന്നു K.Sanilkumarന്റെ അഭിഭാഷകൻ. അതിൽ വിരോധമില്ല എന്നറിയിക്കുന്നു. ഹർജി പിൻവലിക്കാൻ K.Sanilkumarന് അനുമതി നൽകുന്നു ഹൈക്കോടതി. ഹൈക്കോടതി ആ ഘട്ടത്തിൽ പറയുന്ന ഒരു പരാമർശവും കൂടിയുണ്ട്. ജസ്റ്റിസ് D.K. സിംഗ് ആണ് ഹർജി പരിഗണിച്ചത്. അദ്ദേഹം ഓറലി വാക്കാൽ പറഞ്ഞ കാര്യങ്ങൾ ലൈവിലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ജസ്റ്റിസ് D.K. സിംഗ് ഓറലി ഒബ്സർവ്ഡ് ദാറ്റ് when such a decision to reinstate the registrar was made by the syndicate, the correctness of the decision has to be decided by the appropriate authority എന്നാണ്. എന്ന് വെച്ചാൽ സിൻഡിക്കേറ്റ് അത്തരമൊരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകുന്നു, അതിൽ ഇടപെടുന്നില്ല എന്ന്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തെങ്കിലും കറക്റ്റ്നസ് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം എന്നുകൂടി പറയുന്നുണ്ട് ജസ്റ്റിസ് D.K. സിംഗ്. അതിൽ പിടിച്ചാണ് ഇപ്പോൾ സംഘപരിവാർ മുന്നോട്ട് പോകുന്നത്. വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. K.Sanilkumar എങ്ങനെയാണ് ചുമതല ഏറ്റെടുത്തത്, അതിന്റെ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ചാൻസലർ ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതിനാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മറുപടി നൽകിയിരിക്കുന്നത് ഗവർണർക്ക്. അതനുസരിച്ച് എന്തെങ്കിലും തീരുമാനം അല്ലെങ്കിൽ നടപടി വീണ്ടും എടുക്കുമോ ഗവർണർ എന്നാണ് ഇനി അറിയേണ്ടത്. ഇതിനിടയിൽ മറ്റൊരാളെ രജിസ്ട്രാറായി നിയമിക്കാൻ VC തീരുമാനിക്കുകയും ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇനി ആ ഉത്തരവ് വീണ്ടും ഇറങ്ങുമോ? അങ്ങനെ പുതിയ രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് ചാർജ് എടുക്കാൻ വരുമോ? അപ്പോൾ സ്വാഭാവികമായും അവരെ തടയും. അത് ആരായാലും തടയും. അതായിരിക്കും കേരള യൂണിവേഴ്സിറ്റിയിൽ ഇനി നടക്കാൻ പോകുന്നത്. അതല്ല, വീണ്ടും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുമോ ഗവർണർ, ചാൻസലർ എന്നേ അറിയാനുള്ളൂ. വൈസ് ചാൻസലർക്ക് നടപടിയെടുക്കാൻ അധികാരമില്ല. ഇനി ചാൻസലർ നേരിട്ട് നടപടിയെടുക്കുമോ? അത് മറ്റൊരു നിയമയുദ്ധത്തിലേക്ക് നീങ്ങും. ഇക്കാര്യങ്ങളെല്ലാം വീണ്ടും കോടതി കയറും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെയൊന്നും അവസാനിക്കില്ല ഈ നീക്കം. കാരണം ഇതിൻ്റെ പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്നത് സംഘപരിവാറിന് സർവകലാശാല പിടിക്കണം, സർവകലാശാലയിൽ അവരുടെ അജണ്ടകൾ നടപ്പാക്കണം, സർവകലാശാലയിൽ കാവ്യവൽക്കരണം, അത് സംഘപരിവാറിന്റെ ദീർഘകാലത്തെ അജണ്ടയാണ്. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ ഏതാണ്ട് അത് പൂർത്തിയാക്കിയിട്ടുണ്ട് സംഘപരിവാർ, BJP, RSS. പക്ഷെ കേരളത്തിൽ നടക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഗവർണറെ കൊണ്ടുള്ള ഈ കളികളെല്ലാം നടത്തുന്നത്. അതിന് കൂട്ടുനിൽക്കുന്നു വൈസ് ചാൻസലർ കൂടി. സ്വാഭാവികമാണ്, ഗവർണർ നിയമിച്ച വൈസ് ചാൻസലറാണ്. അവർ സംഘപരിവാർ ഉദ്ദേശിക്കുന്നതിനേക്കാളും അതിനേക്കാളും വലിയ രാജഭക്തി കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അവരുടെ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നു. അതിനിടെ കേരള സർവകലാശാല ക്യാമ്പസിനകത്ത് വലിയ സംഭവങ്ങൾ നടക്കുകയാണ്. ഗണവേഷം ധരിച്ച മോഹൻ കുന്നുമ്മലിന്റെ ചിത്രം വലിയ പോസ്റ്ററായി വെച്ചിട്ടുണ്ട്. ശാഖയിൽ പഠിച്ചത് ശാഖയിൽ പറഞ്ഞാൽ മതി, നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബാനർ സർവകലാശാലയിൽ ഉയർത്തിയിട്ടുണ്ട്. അത്തരം പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥികളും ജീവനക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഘപരിവാറിനെ അനുകൂലിക്കുന്നവർക്കെതിരെയും സംഘപരിവാറിന്റെ ഇടപെടലിന് എതിരെയും. അതിനോടൊപ്പമാണ് നിൽക്കേണ്ടത് കേരളം എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സാങ്കേതികമായ കാര്യങ്ങളുമുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് അവസാനിക്കില്ല. സാങ്കേതിക പ്രശ്നം മാത്രമല്ല, ഇക്കാര്യത്തിൽ രാഷ്ട്രീയവും കൂടി ഉൾപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പ്രശ്നത്തിൽ കേരളത്തിലെ UDF എവിടെ നിൽക്കുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതുവരെയും പരസ്യമായ നിലപാടിലേക്ക് കേരളത്തിലെ UDF വന്നിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ അതൊക്കെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് പരോക്ഷമായി സംഘപരിവാറിന് അനുകൂലമാകുന്നുമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.